നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായി കാണും. ഏകദേശം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെയാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രെൻഡിങ് ആയ ഒരു വീഡിയോ ആണ്. ഇന്നലെയൊക്കെ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല, വളർന്നു വരുന്ന ഒരു ഗുണ്ടന്റെ വീഡിയോ ആണ് കേട്ടോ. വളർന്നു വരുന്ന ഒരു ചെറിയ ഗുണ്ടൻ. ആ ഗുണ്ടൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ അവന്റെ ഫോൺ പിടിച്ചുകൊണ്ട് പോയ, പാലക്കാടാണ് സംഭവം, ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഫോൺ പിടിച്ചുകൊണ്ട് പോയ സാറ് താക്കീത് കൊടുത്ത് ഇനി സ്കൂളിൽ ഫോൺ കൊണ്ടുവരരുതെന്ന്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ആള് സ്കൂളിൽ ചെന്നിട്ട് സാറിനെയും അതേപോലെ തന്നെ പ്രധാന അധ്യാപകനെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. പല ന്യൂസിലും അവന്റെ മുഖമൊക്കെ മറച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ റീലിലൊക്കെ കണ്ടൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്തി തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് വീഡിയോ ഒക്കെ എടുത്തിക്കണേ. സാറിനൊക്കെ ഇനി എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കും ഞാന് കൊന്നിട്ട് പറഞ്ഞു കൊന്നിട്ടും. ഇന്നിന്റെ ഫോൺ കണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള പയ്യന്മാര് കൊച്ചിറക്കനാണ് അവന് ഏകദേശം ഒരു 17 വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു പ്രായത്തിൽ ഇവന്റെ മൈൻഡ് എന്താന്ന് വെച്ചാൽ ക്രിമിനൽ മൈൻഡാണ് ഇവന്റെയൊക്കെ. നല്ല വീട്ടിൽ നിന്ന് നല്ല തല്ലു കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. നമ്മളൊക്കെ പഠിച്ച സമയത്ത് എല്ലാവരോടും ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇരുന്ന് നമ്മളൊക്കെ ഇന്നത്തെ ഓരോ പിള്ളേരെ കാണുമ്പോഴേ, പിള്ളേർക്ക് ആദ്യം വളർന്നു വരുമ്പോൾ തന്നെ ഫോൺ എടുത്ത് കയ്യിൽ കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണിത്. എന്തൊക്കെയോ ആണ് എന്നുള്ള ഭാവത്തോടു കൂടിയാണ് ഇന്നത്തെ കാലത്തെ പിള്ളേർ 2K കിഡ്സ് ഒക്കെ നടക്കുന്നത്. അപ്പം ഇവനൊക്കെ ചെയ്യേണ്ടതെന്ന് പറയാൻ നല്ല ചൂരവടി, അല്ല നല്ല റോസകമ്പ്, മുള്ളുള്ള റോസകമ്പ് അങ്ങോട്ട് എടുത്തിട്ട് വെട്ടി അറയണം അങ്ങ് പുറന്നിടുക. അങ്ങ് ഒറ്റ അടിയിൽ അവന്റെ പുറം പൊളിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലുള്ള ഈ ഗുണ്ടത്തരമൊക്കെ അങ്ങ് പുറത്തു പോകും. എന്തോ ഗുണ്ടയാണെന്നാണ് കൊച്ചിയർക്കന്റെ വിചാരം. കൊച്ചിയർക്കനായിപ്പോ അല്ല വേറെ എന്തിനും പറയായിരുന്നു. നല്ല തല്ലു കൊടുത്ത് വളർത്താത്തതിന്റെ കുഴപ്പമാണ്. വീട്ടുകാരെ പറഞ്ഞാൽ വീട്ടുകാരുടെ കഴിവില്ലായ്മ അതാണ് ഈ നാട്ടിലേക്ക് കിടന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് സാറുമാരുടെ അടുത്തേക്ക്. ഇവനെയൊക്കെ പഠിക്കാൻ അനുവദിക്കരുത്, ഇവനെയൊക്കെ പറഞ്ഞു വിടണം. ഇവനൊക്കെ ഇനിയും വളർന്നു വന്നു കഴിഞ്ഞാൽ നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ല അടിയും കൊടുത്ത് സ്കൂളിൽ നിന്ന് പറഞ്ഞേ വിട്ടേക്കണം. അവന്റെ മാർക്കിൽ അല്ലെങ്കിൽ അവന്റെ ഒരു TCയിൽ എഴുതിയേക്കണം ഒരു സ്കൂളിലും പഠിക്കാൻ അനുവദിക്കരുതെന്ന്. ഇങ്ങനെയൊക്കെയുള്ള ക്രിമിനൽ മൈൻഡാണ് ഇവന്റെയൊക്കെ. കൊച്ചിറക്കനായിപ്പോ അല്ല ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കേ. എന്തോ പിള്ളേരൊക്കെയാണല്ലേ ഇന്നത്തെ കാലത്തെ.